ഹലോ അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിടിലൻ ചെമ്മീൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ചെമ്മീൻ വറ്റിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് നേരത്തേക്ക്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 സവോള, കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 മീഡിയം സൈസ് തക്കാളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലോട്ട് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് സവാളയും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ജാറിലോട്ട് മാറ്റി അരച്ചെടുക്കാം. മസാല നമ്മൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെമ്മീനും മസാലയും ചേരുന്നത് വിധം നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. നമുക്ക് ആ സമയം കൊണ്ട് താളിക്കുന്ന സ്റ്റെപ്പിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചെമ്മീൻ വറ്റിച്ചതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ചെമ്മീൻ കറിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.